ശരി. മറുപടി KT-യിൽ നിന്ന് തുടങ്ങാം. എന്റെ കോൺഗ്രസിന്റെ സുഹൃത്ത് യുവ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് CPM-ന് ഇലക്ട്രൽ ബോണ്ടിന്റെ വ്യവസ്ഥയനുസരിച്ച് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാനുള്ള വോട്ടിംഗ് ശതമാനം ഉണ്ടോന്നാ. അതിന് അരുൺ തന്നെ മറുപടി പറയേണ്ടതായിരുന്നു. 1.7%. 7% CPM-നുണ്ട്. 1%ആണ് വ്യവസ്ഥ. ഇവിടുന്ന് പറയുന്നത് കേട്ടിട്ട് ഇവിടെ വന്ന് വിളമ്പരുത് സുഹൃത്തെ. ചെറുപ്പക്കാരനല്ലേ, കാര്യങ്ങൾ പഠിക്കണ്ടേ. അപ്പൊ 1.77% വോട്ട് ഷെയറുള്ള പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് വേണമെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വ്യവസ്ഥ അനുസരിച്ച് വാങ്ങിക്കാം. പക്ഷേ ആദർശാത്മകമായ നിലപാടാണ്. കോർപ്പറേറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള രഹസ്യ പണമിടപാടാണ് മിസ്റ്റർ ഈ ഇലക്ട്രൽ ബോണ്ട്. അതിന് നിങ്ങളും BJP ഒന്നിച്ചിരിക്കുകയാണ്. ഒറ്റ കാര്യം കേട്ടി. പക്ഷേ അതേ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത ഷെയ്ഡി ക്യാരക്ടറുള്ള മേഘ ഇൻഡസ്ട്രീസിൽ നിന്നും നവയുഗിൽ നിന്നും CPM പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് ഷിബു ബോബി ജോൺ പറയുന്നത്. ഇലക്ട്രൽ ബോണ്ട് വഴി അവർ നിയമാനുസൃതം കൊടുക്കുന്നു, നിങ്ങൾ പണം വാങ്ങുന്നു. അല്ല, CPM-നെ പോലൊരു പാർട്ടി അതിന്റെ ഫണ്ട് ശേഖരണം വളരെ സുതാര്യമാണ്. ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു മറ വേണ്ട. ഞങ്ങൾ വളരെ ന്യായമായ രീതിയിൽ ജനങ്ങളെ സമീപിച്ച് ഇവിടെ ഈ കൂടിയിരിക്കുന്ന കോൺഗ്രസ്സുകാരൊക്കെ ഞങ്ങൾ ബക്കറ്റ് പിരിവെടുക്കുന്നവരാന്ന് പറയുന്നവല്ലേ. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന്, പാർട്ടി പ്രവർത്തകരിൽ നിന്ന് പണം ശേഖരിച്ച് പ്രവർത്തിക്കുക. ഞങ്ങൾക്ക് കോർപ്പറേറ്റുകളുടെ ഫണ്ട് വേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 2, CA വിഷയത്തിലുള്ള കേസ് പിൻവലിച്ചിട്ടും മതി ന്യൂനപക്ഷ പ്രേമം എന്നുള്ളതാണ്. CAA വിഷയത്തിൽ കേരളത്തിലുള്ള പ്രക്ഷോഭ പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അതെന്താണ് കേസ്? എന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഞാൻ കേസെടുത്തിട്ടുണ്ട്. ആ കേസുകളെല്ലാം പരിശോധിച്ച്, ഗൗരവ സ്വഭാവമുള്ള കേസുകളെല്ലാം പരിശോധിച്ച് ആ കേസുകളെല്ലാം എടുത്തു കളയാനാണ് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കേരള സർക്കാർ തീരുമാനിച്ചു. കേസ് പിൻവലിക്കാൻ തയ്യാറുണ്ടോന്നോ ചോദിച്ചത്? തയ്യാറുണ്ട് എന്നും ആ കേസുകൾ പിൻവലിക്കാൻ ഇവരുടെ പേരിൽ കേസുണ്ടെന്ന് പിൻവലിക്കാൻ തയ്യാറാണോ? ആ കേസ് കോടതിയിൽ വരുമ്പോ സർക്കാരിന്റെ അഭിഭാഷകൻ പറയും ഞങ്ങളത് പ്രസന്റ് ചെയ്യില്ല. ആ കേസ് പിൻവലിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ 3, ഒഴിഞ്ഞു കിടക്കുന്ന റാക്കുകളും പെൻഷനും അത് വോട്ടായി മാറുമെന്നുള്ളതാണ് ഈ സ്ത്രീകളുടെ അഭിപ്രായം. അവർക്ക് ആ ചേച്ചിമാർക്കൊന്നും അറിയാത്ത കൊണ്ടാണ്. കേരളത്തിലെ ഗവൺമെന്റ് പെൻഷൻ കൃത്യമായി കൊടുക്കുകയാണ്. കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതം നൽകാത്തത് മൂലം, അത് കുടിശ്ശികയായത് മൂലം പെൻഷൻ കൊടുക്കുന്നതിൽ വൈഷമ്യം ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇതാ ഓണം, ഇതാ വിഷു, ഈ വിഷു പെരുന്നാൾ ദിവസങ്ങളില് കേരളത്തിലെ എല്ലാ ആളുകൾക്കും പെൻഷൻ കിട്ടുകയാണ്. ബാക്കിയുള്ള കുടിശ്ശികയായിട്ടുള്ള തുക എല്ലാവർക്കും നൽകുകയാണ്. ഒരൊറ്റ ചോദ്യം കൂടി, ഒരു ഒറ്റ ചോദ്യം പ്രിയപ്പെട്ട KT കുഞ്ഞികൃഷ്ണേട്ടനോടാണ്, CPM-ന്റെ പ്രതിനിധിയോട്. ഇവിടെ നിങ്ങൾ ബെഹ്റ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആരോപണമല്ല, ഞങ്ങൾ ചോദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരിക. നിങ്ങൾ പറയും ഇവിടെ ഞങ്ങൾ ഒറ്റ മിനിറ്റ് ബെഹ്റ മുൻ DGP ബെഹ്റ DGP ആയി വിരമിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മെട്രോ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MD ആയി വെച്ചു. ഒരു ഭാഗത്ത് അതർ സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിൽ സ്റ്റാലിൻ എന്ന് പറയുന്ന ആള്, കന്ദസ്വാമി എന്ന് പറയുന്ന, നേരിട്ട് പോയി അമിത്ഷായെ അറസ്റ്റ് ചെയ്യാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ ഈ രാജ്യത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞ കന്ദസ്വാമിയെ ഒരു ഭാഗത്ത് DGP ആയി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ വെക്കുമ്പോ ഇവിടെ മോദിയുടെ പാദസേവകനായിട്ടുള്ള ബെഹ്റയെ വെച്ച് വീണ്ടും പൊതുമേഖലാ സ്ഥാപനം വെക്കുമ്പോ നിങ്ങളും അവർ തമ്മിൽ അന്തർധാരയല്ലേ? അല്ല, ബെഹ്റ മോഡിയുടെ പാദസേവകനാണോ അല്ലയോ എന്നുള്ള കാര്യം അത് VD സതീശന്റെയും കോൺഗ്രസുകാരന്റെയും ഇന്ത്യൻസിനെ അറിയാമെങ്കിൽ അവർ അതിൻ്റെതായ നടപടികളും രാഷ്ട്രീയ പ്രചരണവും നടത്തട്ടെ.